അടുത്ത ദശകത്തിലേക്ക് കടക്കാം. ഇതിലാണ് നമ്മൾ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നത്. 93-ാമത്തെ ദശകമല്ലേ ആണത് വായിക്കേണ്ടത്. 24 ഗുരുക്കന്മാർ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തസ്ഫടികമണിനിഭൈः മൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈः മുക്തപീയൂഷവർഷൈः ആനന്ദീനഃ പുനീയാദരിനളിനഗദാ ശംഖപാണിർമുകുന്ദഃ. ക്ഷീരസാഗരതീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ. ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാ പങ്കജധാരിയായി ആനന്ദമുക്തിസ്വരൂപൻ ശ്രീമുകുന്ദൻ. ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാഃ ശിരോദൗർമുഖമപി ദഹനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈः ചിത്രം രമ്യതേതം ത്രിഭുവനവപുഷം വിഷ്ണുവീശം നമാമി. ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി, ആകാശം നിന്റെ നാഭി, ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം. ചന്ദ്രാർക്കദ്വന്ദ്ങ്ങൾ കൺകൾ, ദിക്കുകൾ കർണങ്ങളും, അഗ്നി നിൻ വദനമാകുന്നു, ഉദരം സമുദ്രവും. നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ. ദേവമാനുഷ ഖഗോരക പശുഗന്ധർവ ദൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം. ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി. ഓം ഗണപതേ നമഃ. വന്ദേ തുംഗജടാധര പ്രിയസുതം വന്ദേ ജഗത്കാരണം വന്ദേ നന്ദമുനീന്ദ്ര പൂജിതപദം ശ്രീപാർവതീനന്ദനം വന്ദേ മൂഷികവാഹനം ഗജമുഖം വിഘ്നേശ്വരം ശ്രീകരം വന്ദേ സ്കന്ദസഹോദരം പശുപതിം ശ്രീവിഘ്നരാജം ഭജേ. ഓം സംസരസ്വതീ നമഃ. മുദ്രാ പുസ്തകഹസ്താഭ്യാം ഭദ്രാസനകൃതിസ്ഥിതേ പുരസരേ സദാ ദേവി സരസ്വതി നമോസ്തുതേ. ഓം ഗും ഗുരുഭ്യോ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 93 24 ഗുരുക്കന്മാർ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യ മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേർവേദ വൈഷമ്യ ബുദ്ധേ.
അങ്ങേ കരുണയൊന്നിനാൽ മാത്രം ഞാൻ ഉപേക്ഷിച്ചിടാം. ഭാര്യാപുത്രബന്ധു സ്നേഹമെല്ലാം അങ്ങിലൻ മനമർപ്പിച്ചു. ലോകമാകെയും മായാകൽപ്പിതമാണെന്നറിഞ്ഞു സർവം ത്യജിച്ചു സഞ്ചരിക്കാം. ശാസ്ത്രോക്തങ്ങളാം യമനിയമങ്ങൾ ഗ്രാഹ്യത്യാജ്യങ്ങൾ ബാധകമാകുന്നു മനോവിഭ്രാന്തിയാൽ. നാനാത്വബോധവും ഗുണദോഷഭേദവുമുള്ളവർക്കു മാത്രം പരബ്രഹ്മസ്വരൂപമാമങ്ങിൽ മനമുറപ്പിച്ചു വാഴുന്നവർക്കില്ല ഭേദവിചാരങ്ങളൊട്ടും, ഇല്ല വിധി നിഷേധ നിയമങ്ങളും. ശ്രുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവഃ സന്ധ്യനന്താഃ. തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഃ വരസ്തജ്ജനേർദുർലഭൈവ. തത്രാപ്യാത്മാത്മനഃ സ്യാത് സുഹൃദപി ച രിപുർയസ്ത്വയി ന്യസ്തചേതാഃ. താപോച്ഛിത്തേരുപായം സ്മരതി സഹി സുഹൃദ് സ്വാത്മവൈരീ തതോന്യഃ. വിശപ്പും ദാഹവും തീർത്തു കഴിയും ജന്തുക്കൾ അനേകം വാഴുന്നു ഭൂമിയിൽ. അവരിൽ മർത്യജന്മം സുദുർലഭം. ശ്രേഷ്ഠം മനുഷ്യജന്മം അവനിൽ വിവേകബുദ്ധിയുള്ളതിനാൽ. അവരിൽ അപൂർവം ചിലർ മാത്രം ജ്ഞാനികളാവുന്നു. മർത്യന്റെ ആത്മാവന്നു സുഹൃത്താവാം ശത്രുവും. അങ്ങിൽ തന്നെ മനസ്സുറപ്പിച്ചു ത്രിവിധ ദുഃഖങ്ങളും നീങ്ങാൻ അങ്ങയെ ഭജിക്കുന്നവന്റെ ആത്മാവവനു ബന്ധു. മറ്റുള്ളവർക്ക് ആത്മാവന്റെ ശത്രുവാം. ത്വത്കാരുണ്യേ പ്രവൃത്തെ കൈവനഹി പുരുർലോകവൃത്തെ വിഭൂമൻ. സർവാക്രാന്താഭി ഭൂമിർനഹി ചലതി തതഃ സച്ഛമാം ശിക്ഷയേയം. ഗൃഹ്ണീയാമീശ തത്തദ്വിഷയ പരിചയേപ്യപ്രസക്തിം സമീരാത്. വ്യാപ്തത്വം ചാത്മനോ മേ ഗഗന ഗുരുവശാത് ഭാതു നിർലേപതാ ച. സർവേശ്വര, അങ്ങേ കൃപയുണ്ടെങ്കിൽ ഏതൊരു ലൗകിക വസ്തുവും എനിക്ക് ആത്മീയ ഗുരുവാകാനാവാത്തതായുണ്ടോ? സകലരാലും ആക്രമിക്കപ്പെടുന്നെങ്കിലും ഭൂമി അചഞ്ചലം സഹിച്ചു നിൽക്കുന്നതായി കണ്ടു ഞാൻ ക്ഷമാശീലം പഠിച്ചുകൊള്ളാം. സകല വസ്തുക്കളുമായി സംസർഗമുണ്ടെങ്കിലും അവയുടെ ഗുണദോഷങ്ങളൊന്നുമായും ഒട്ടുന്നില്ല വായു. വായുവിന് ഗുരുവരനാക്കി നിസ്സംഗത്വം പഠിച്ചിടാം ഞാൻ. ആകാശമെല്ലായിടവും വ്യാപരിച്ചു നിലകൊള്ളുന്നു. അകത്തും പുറത്തും ഒന്നുമായുമൊട്ടാതെ ആത്മാവെല്ലാവരിലും വ്യാപരിച്ചൊന്നിനാലും സ്പർശിയാതെയുമിരിക്കുന്നു. ആകാശമാം ഗുരുവിൽ നിന്നു ഞാൻ പഠിക്കുന്നു വ്യാപ്തത്വം നിർലേപത്വവും. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദഗവത് വഹ്നി വന്മാസ്മ ഗൃഹ്ണാം. സർവാന്നീനോപി ദോഷം തരുഷു തമിവ മാം സർവഭൂതേഷ്വവേയാം. പുഷ്ടിർനഷ്ടിക്കലാനാം ശശിന ഇവ തനൂർനാത്മനോസ്തീതി വിദ്യാം. തോയാദിവ്യസ്തമാർത്താണ്ഡവദപി ച തനുഷ്വേകതാം ത്വത്പ്രസാദാത്. ജലം പോലെ ഞാനും ശുദ്ധമധുരമായി തീർന്നിടട്ടെ. സർവഭക്ഷകനെങ്കിലും വസ്തുദോഷം ബാധിയാത്ത അഗ്നിയെപ്പോൾ ഞാൻ എന്താഹാരമായി കഴിച്ചാലും എന്നെ അവ ബാധിയാതിരിക്കട്ടെ. ഓരോ വിറകിലും സഹജമായ അഗ്നിയുള്ളതുപോലെ ജീവജാലങ്ങളിൽ എല്ലാറ്റിലും എന്നെ എനിക്ക് തിരിച്ചറിയുമാറാകട്ടെ. ചന്ദ്രന്റെ വൃദ്ധിക്ഷയം പോലെ വളർച്ചയും തളർച്ചയും എൻ ദേഹത്തിനു മാത്രമെന്നും ആത്മാവിനില്ലീ ദൃശമാറ്റങ്ങളെന്നും എന്നിൽ അറിവുറച്ചിടട്ടെ. അങ്ങേ കൃപയാൽ സൂര്യബിംബം ഓരോ ജലാശയത്തിലും കാണും പോലെ
വേറിട്ടു കാണും ദേഹങ്ങൾ എനിക്കേകത്വ ദർശനമേകിടട്ടെ. സ്നേഹാദ്യാധാത്തപുത്ര പ്രണയമൃതകബോധായിതോ മാസ്മ ഭൂവം പ്രാപ്തം പ്രാസ്നൻ സഹേയക്ഷുതമവിശയുവത് സിന്ധുവത്സ്യാമഗാധഃ മാപപ്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത്സാരഭാഗീ ഭൂയാസം കിന്തു തദ്വദ്ധനചയനവശാത്മാഹമീശ പ്രണേശം. തന്മക്കളെയൊരു വേടനമ്പെയ്തു കൊന്നവാറേ പുത്രസ്നേഹത്താൽ മരിച്ച മാടപ്രാവിനെ പോലാവരുതു ഞാൻ. പെരുമ്പാമ്പിനെ പോൽ കിട്ടുന്നതാഹരിച്ചും ഒന്നു വശിക്കാൻ കിട്ടാഞ്ഞാൽ വിശപ്പു സഹിച്ചും ശാന്തനായിരിക്കാം ഞാൻ. സമുദ്രം പോലാഴമേറി ഗംഭീര്യമോടെ ഇരുന്നു കൊള്ളാം. അഗ്നിത്തിളക്കത്തിൽ മോഹിച്ചെരിയും ഈ ആമ്പാറ്റകളെപ്പോൽ സ്ത്രീ ധനം ഇത്യാദികളിൽ ആകൃഷ്ടനായി നിപതിക്കാതിരിക്കണേ. ഭഗവൻ പൂവിൽ നിന്നു തേൻ മാത്രമെടുക്കും വണ്ടിനെ പോൽ എനിക്കും എല്ലാ ശാസ്ത്ര സാരാംശവും ഗ്രഹിക്കാനിടയാകണേ. തേൻ സ്വരുക്കൂട്ടി വച്ചു നശിക്കും വണ്ടിനെ പോൽ ധനം സമ്പാദിച്ചു ഞാൻ സ്വയം നശിക്കാനിടയാവരുതേ വിഭോ. മാ ബധ്യാസം തരുണ്യ ഗജൈവ വശയാനാർജയേയം ധനൗഖം ഹർത്താന്യസ്തം ഹിമാധ്വീഹര ഇവ മൃഗവൻ മാമുഹം ഗ്രാമ്യഗീതൈഃ. നാത്യാസജ്ജേയ ഭോജ്യേ ഛശൈവ ബളിശേ പിംഗളാവൻ നിരാശ സുപ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭോ സാമിഷോന്യൈർനഹന്യേ. പിടിയാനയിൽ ഭ്രമിച്ചു വാരിക്കുഴിയിൽ വീഴും കൊമ്പനെപ്പോൽ സ്ത്രീകളിൽ എനിക്ക് ആസക്തിയുണ്ടായിടൊല്ലേ. ധാരാളമായി ധനം കൂട്ടി വയ്ക്കാൻ എനിക്കിടയാവരുതേ വിഭോ. തേൻകൂടെന്ന പോൽ മറ്റുള്ളവരതെല്ലാം അവഹരിക്കുമതു നിർണയം. ഗ്രാമ്യങ്ങളാം പാട്ടിൽ മയങ്ങുന്നു മാൻപേടകൾ, അതുപോൽ ഞാനും മധുരവാക്കിൽ വീഴാതിരിക്കണേ. ചൂണ്ടയിൽ കൊരുത്ത ഇരയിൽ മീനെന്ന പോൽ ഭോജ്യങ്ങൾ എന്നെ മോഹിപ്പിക്കാതിരിക്കണമേ. പിങ്കളയെപ്പോൾ എനിക്കുമുറങ്ങണം ശാന്തമായി. ഞാറപ്പക്ഷിയെ കൊന്നു മറ്റുള്ള പക്ഷികൾ മാംസം കയ്യിലുണ്ടായതിനാൽ അതുപോൽ ഞാനും ധനഭരണഭാരത്താൽ നശിക്കരുതേ പ്രഭോ. വർത്തേയദക്തമാനഃസുഖമതിശിശുവൻ നിസ്സഹായശ്ചരേയം കന്യായേകശേഷോ വലയൈവ വിഭോ വർജിതാന്യോന്യഘോഷഃ. ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവസ്മാഭൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷ്വഹിരിവ നിവസാൻ ഉന്ദുരോർമന്ദിരേഷു. മാനാപമാനങ്ങൾ പരിഗണിക്കാതെ സ്വതന്ത്രനായൊരു കുഞ്ഞിനെ പോലെ ഞാൻ സുഖമായി കഴിഞ്ഞുകൊള്ളാം. കന്യതൻ കയ്യിലെ ഒറ്റവള പോൽ ശബ്ദമുണ്ടാക്കാതെ ചരിക്കുമാറാകണം ഞാൻ. ആരും കൂട്ടിനില്ലാതെ ഏകനായി അമ്പുണ്ടാക്കുന്നവൻ അതിലേകാഗ്രചിത്തനായിരുന്നതിനാൽ രാജാവിൻ വരവും അതിൻ വാദ്യഘോഷങ്ങളും അറിഞ്ഞില്ലവൻ. അതുപോലൻ മനസ്സും അങ്ങിൽ ലയിച്ചേകാഗ്രമായിടണം. എലിയുടെ മാളത്തിൽ സർപ്പമെന്ന പോൽ ഞാനും അന്യരുണ്ടാക്കിയ വീടുകളിൽ വാഴാനിടയാകണം. ത്വയ്യേവ ത്വത്കൃതം ത്വം ക്ഷപയസി ജഗദിത്യൂർണനാഭാത് പ്രദീയാം ത്വച്ചിന്താ ത്വത്സ്വരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാത്. വിഡ്ഭസ്മാത്മാ ച ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം
തത്തേ സഞ്ചിന്യമാനോ മമതു ബഹുരുജാ പീഡിതോയം വിശേഷാത്. എട്ടുകാലിയുമെൻ ഗുരു അതു തന്നുള്ളിൽ നിന്നൂറും നൂൽപ്പശയാലുണ്ടാക്കുന്നു ചിലന്തിവല. ഒടുവിൽ തന്നിലേക്കു ലയിപ്പിക്കുന്ന പോലങ്ങീ വിശ്വമുണ്ടാക്കി ലീലയാടി ഒടുവിൽ തന്നിൽ വിലയിപ്പിക്കുന്നുവല്ലോ. പേട്ടാവെളിയൻ എന്നെ പഠിപ്പിക്കുന്നു ധ്യാനത്തിൻ മഹത്വം. അങ്ങേ സാരൂപ്യമണയുവാനുള്ള മാർഗം. നിരന്തര ധ്യാനത്താൽ പുഴുവേട്ടാവെളിയനാവുന്നുവല്ലോ. മാലിന്യം നിറഞ്ഞു നശ്വരമാമീ ദേഹവും എൻ ഗുരു. എന്നിലേറെ ദേഹവ്യാധികളുള്ളതിനാൽ വിശേഷിച്ചും വിരക്തിയും വിവേകവുമേകുന്നെനിക്കു ദേഹചിന്തകൾ. മേ ദേഹമോഹം ത്യജ പവനപുരാധീശയത് പ്രേമ ഹേതൂർഗേഹേ വിത്തേ കളത്രാദിഷു ച വിവസിതാഃ ത്വത്പദം വിസ്മരന്തി. സോയം വന്യേ സുനോ വാ പരമിഹ പരതഃ സാമ്പ്രതം ചാക്ഷികർണത്വജിഹ്വാദ്യാ വികർഷന്ത്യവശമദയിതഃ കോപി ന ത്വത്പദാബ്ജേ. കഷ്ടം കഷ്ടം, ഞാനിപ്പോഴും എൻ ദേഹത്തിൽ ആസക്തൻ. മലമൂത്രഭാണ്ഡമാമതിനോടുള്ളതാമൻ ഭ്രാന്തിയകറ്റണേ. ഗുരുവായൂരപ്പ, അങ്ങേ പാദകമലങ്ങളെ ഓർക്കുന്നതില്ല മനുഷ്യനവന്റെ ഭാര്യാപുത്ര ഗൃഹസമ്പത്തുക്കളിൽ പ്രേമം ഹേതുവായി. ഒടുവിൽ സുഖമൂലമെന്നോർത്തിരുന്ന ദേഹമോ അഗ്നിക്കല്ലെങ്കിൽ നരിക്കോ നായക്കോ ഇരയാവുന്നു. ജീവിച്ചിരിക്കുമ്പോൾ കാഴ്ചയും കേൾവിയും മണവുമെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ വഴി ബലമായങ്ങുമിങ്ങും വലിച്ചിഴയ്ക്കുന്നു നമ്മെ. അങ്ങേ പാദകമലങ്ങളിലേക്കല്ല കഷ്ടമേ. ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാഭവാന്തേ സമധിഗതമമും മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്തമാമാ ക്ഷിപ വിഷയരസേ പാഹി മാം മാരുദേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവൻ പങ്കജാക്ഷ, എന്റെ ഈ പ്രാരാബ്ധജന്യമാം ദേഹസുഖഭ്രമം ഒഴിവാക്കാനാകാത്തതെങ്കിൽ ഈ ജന്മത്തിലെൻ രോഗങ്ങൾ നീക്കിത്തന്നാലും അങ്ങനെ എന്നിൽ അങ്ങേ പാദകമലങ്ങളിൽ ദൃഢമാം ഭക്തി ഉറച്ചിടട്ടെ. അനേക ജന്മങ്ങൾ കഴിഞ്ഞു ദുർലഭം കിട്ടിയോരീ മുക്തിപ്രദമാം ബ്രാഹ്മണ ജന്മമയ്യോ കഷ്ടം. ക്ഷുദ്രങ്ങളാം വിഷയസുഖങ്ങളിൽ നിബദിക്കരുതേ വിഭോ. ഗുരുവായൂരപ്പാ ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. ക്ഷുദ്രങ്ങളാം വിഷയസുഖങ്ങളിൽ നിബദിക്കരുതേ വിഭോ. ഗുരുവായൂരപ്പാ ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. ഹരി ഓം. ഓം ശ്രീ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദശകമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 24 ഗുരുക്കന്മാർ എന്നുള്ളത് ഭാഗവതത്തിലെ അവധൂത ബ്രാഹ്മണൻ, അവധൂതനായിട്ട് നടക്കുന്ന ഒരു സന്യാസിയെ യദു മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇത്. നാം ഭാഗവതത്തിൽ കേൾക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. രണ്ടാമത്തെ ശ്ലോകത്തില് ബന്ധുസ്നേഹം വിജഹ്യാം, അത് ആദ്യം തുടങ്ങുന്നത് തത്രാപ്യാത്മാത്മനാ സ്യാത് സുഹൃദപി ച രിപുർ യസ്ത്വയി നസ്തചേതാത് താപോച്ഛിത്തോരുപായം സ്മരതി സഹി സുഹൃത്സാത്മവൈരി ത്വതന്യ. നമ്മള് ഇത് ആചാര്യന്മാര്
ഇത് ഇത് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകവുമായിട്ട് കമ്പയർ ചെയ്ത് പറയാറുണ്ട്. നമ്മുടെ എന്താണ് ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയത് ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രവിരാത്മന. വളരെ വിശിഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ആർഷവിദ്യാപുരത്തിലെ സത്യാനന്ദ സ്വാമി, പേരുകളെ മറന്നു പോകുന്നു, പ്രായം ഒരു ചെറിയ ബുക്ക് വായിച്ചിട്ടുണ്ടോന്ന് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. യു ആർ ദ പ്രോബ്ലം, യു ആർ ദ കോസ് ആൻഡ് യു ആർ ദ കോസ് ആൻഡ് യു ആർ ദ സൊല്യൂഷൻ. യു ആർ ദ പ്രോബ്ലം ആൻഡ് യു ആർ ദ സൊല്യൂഷൻ എന്നല്ലേ? സൊല്യൂഷൻ. നാം തന്നെയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. നാം തന്നെയാണ് നമ്മുടെ എല്ലാ അതിൽ നിന്നുള്ള മോചനത്തിനും ഉള്ള മാർഗം. അത് നമ്മുടെ മനസ്സിന്റെ വിഭ്രാന്തിയാണ് ഇതെല്ലാം തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഇതിവിടെ വായിച്ചപ്പോൾ മനസ്സിലൂടെ ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരുവിധം എനിക്ക് കിട്ടിയെന്നാലും ഞാനതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 5-ാമത്തെ ശ്ലോകത്തില് നമ്മള് ഒരു വണ്ട് നമ്മുടെ ഒരു ഗുരുവായിട്ട് ഭ്രമരം ഭൃംഗം നമ്മള് ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം മലയാളത്തിലുണ്ട്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും ഉഷസെങ്ങും പ്രകാശിക്കും ദേവൻ സൂര്യനുദിക്കും ഇക്കമലവും കാലേ വിടർന്നിടമേ ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരുകൾ എഴുതാൻ ദന്തീന്ദ്രൻ. നമ്മള് വണ്ടും നമുക്കൊരു ഗുരുവാണ്. ആദ്യം പ്രകൃതിയിലെ പല ഭൂമി, ആകാശം, വായു, ആകാശം തുടങ്ങി 8 കാര്യങ്ങളെ പറ്റി പറയുന്നു. പിന്നെ ഷഡ്പദങ്ങള്, ജന്തുക്കള്, മറ്റു ജന്തുക്കള്, മനുഷ്യര്, കന്യക, പിങ്കള. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഊർണനാഭിയാണ്, 8 കാലി. കാരണം 8 കാലി സ്വന്തം പശയിൽ നിന്ന് ഇതുണ്ടാക്കി ഒരു വലയുണ്ടാക്കി അതിനകത്ത് കുടുങ്ങിക്കിടന്ന് കുറെ നാൾ കഴിഞ്ഞിട്ട് അതും കൂടെ നശിപ്പിച്ചിട്ട് പോവാണല്ലോ. അപ്പൊ നമ്മൾ എല്ലാം ചെയ്യുന്ന ഒരു പണിയാണ് അത് ശരിക്കും നമ്മുടെ. തീർച്ചയായിട്ടും അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വിശ്വം, ഈ പ്രകൃതി, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ വെറും കേവലം മായയിൽ നാം ജീവിക്കുന്നു. മായയായിട്ടുള്ള നമ്മളെല്ലാം ഈ വ്യവഹാര ജീവിതം മുഴുവനും ഒരു വലിയ സ്വപ്നമായിട്ട് നമ്മൾ കരുതിയിരുന്നാൽ മാത്രം മതി. അതിനപ്പുറം ഇത് എന്തെങ്കിലും സ്ഥായിയായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മിൽ എല്ലാവരിലും കുടികൊള്ളുന്ന ആ ഒരേ ഒരു പരമാത്മ ചൈതന്യം മാത്രം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആവർത്തിച്ച് നമ്മളെ എല്ലാ ഗീതയാണെങ്കിലും ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും എല്ലാം വായിക്കുന്നതിൽ എല്ലാറ്റിലും കുടികൊള്ളുന്ന ഈ ഒരു സത്യം മാത്രം. ആ സത്യത്തെ നമുക്ക് പ്രാപ്തമാക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് ഉള്ള പരിശ്രമമാണ് നാം ഈ ചെയ്തു വരുന്ന ഈ നമ്മുടെ ഈ പ്രവർത്തികളെല്ലാം തന്നെ, ഈ സത്സംഗങ്ങളെല്ലാം തന്നെ നമുക്ക് മറ്റുള്ളവരുടെ സുഖവും. ഒരു പോയിന്റ് കൂടെ, ഈ തേനൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതിന് ഉപകാരം ഇല്ലാതെ വരുന്ന ഒരു ചുറ്റുപാട്, അത് പലർക്കും സംഭവിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. വളരെ കഷ്ടിച്ച് മറ്റേ വെറ്റലയുടെ കാര്യം പറയുമല്ലോ, പഴയ വെറ്റല, ഉണങ്ങിയ വെറ്റല മാത്രം കഴിച്ച് പുതിയ വെറ്റല തൊടാതിരുന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് അവസാനം അത് പോയി കഴിയുമ്പോൾ അനുഭവിച്ചുമില്ല. എന്നാ ഇത് കിട്ടുന്നവർക്ക് അതിനോട് വലിയ ബഹുമാനമൊട്ടില്ലതാനും. അങ്ങനെ അടുത്തിടയ്ക്ക് ഒരു കുടുംബത്തിലെ എന്റെ ബന്ധുവൊന്നും അല്ല, പക്ഷെ അവസാനം പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം പോയപ്പോ ഇത്രയധികം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഭാര്യ പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടു. അപ്പൊ അത് എനിക്ക് തോന്നി, അത് നമ്മള് ജീവിച്ചിരിക്കുമ്പോ വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. അതും ഒരു പാഠമാണല്ലോ നമുക്ക്. ഇപ്പൊ തേനീച്ചയുടെ പാഠം തന്നെയാണ് അത് ശരിക്കും. നല്ല കാര്യങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ സൂക്ഷിച്ചു വെക്കുന്ന തേനിന് പല ആവശ്യങ്ങളുണ്ടല്ലോ. ലക്ഷ്മി ചേച്ചി എന്തോ പറയാൻ വരുന്നുണ്ട്.
അതെ. സാറ് പറയുന്നതിന്റെ കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല, എങ്കിലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനും ഇതൊക്കെ ഓർത്തങ്ങ് ചിരിക്കുകയായിരുന്നു. കാരണം പലരും കൂട്ടിക്കൂട്ടി വെക്കുന്നു, ചെലവഴിക്കത്തില്ല, സംസാരിക്കുമ്പം പറയും. പക്ഷെ അതിനകത്ത് ഈയിടെ ആരോ ഫേസ്ബുക്കിലോ എങ്ങനെയോ ഇട്ട് ഞാൻ കുറച്ച് വായിച്ചു. എല്ലാം ആദ്യം നമ്മളെ കുളിപ്പിക്കുന്നത് ആര്, ഒടുവിൽ നമ്മളെ കുളിപ്പിക്കുന്നത് ആര്, നമ്മുടെ ഇതെല്ലാം അനുഭവിക്കുന്നത് ആര്, നമ്മൾ കൂട്ടിവെച്ചാൽ എന്തിനാ, അങ്ങനെ ഒരു ആരോ ഇട്ട് ഞാനത് കുറച്ച് സമയം ഒന്ന് വായിച്ചു. വളരെ അർത്ഥവത്തായിരുന്നു. പഴയ ആൾക്കാരാരണ്ട് എഴുതിയത്, അത് മനസ്സിലായോ? കാരണം നമ്മളെല്ലാരും കൂട്ടിക്കൂട്ടി വെക്കുന്നു, പക്ഷെ അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കുന്നില്ല. പണം കൂട്ടി വെക്കുക. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. മക്കളെയൊക്കെ കല്യാണം കഴിച്ചു ഉള്ളതൊക്കെ ചെലവാക്കി ഇങ്ങനെ പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റിയും കൊണ്ട് സുഖമായി ഇപ്പം ജീവിക്കുക, അല്ലാതെ കൂടുതലൊന്നും സത്യം കൂട്ടിവെച്ചിട്ടില്ല. പക്ഷെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ഡൊണേഷൻ കൊടുക്കാൻ കൂടിയാ ഞാനീ പറയുന്നത്. അതെ അതെ. അല്ല PhD-ക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റില്ല എന്തിനാണ് ചെലവാക്കേണ്ടതെന്ന്. പക്ഷെ അവനും തന്നെ തീരുമാനിക്കാമല്ലോ എന്തെങ്കിലും. തീരുമാനിക്കണം. അതെ. അത് പക്ഷെ പൈസ ഇല്ലാതെയും പറ്റത്തില്ല, നമുക്ക് ജീവിക്കാൻ പിന്നെ പൈസ വേണം. അത് പക്ഷെ വേണം. അധികം കൂട്ടിവെക്കുന്നതിൽ അർത്ഥമില്ലെന്നുള്ളതാണ്. എന്റെ കയ്യിൽ അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ എനിക്കിന്ന് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ജീവിക്കാൻ ആവശ്യത്തിനുള്ളതെല്ലാം വേണം. വീട്, മോദിജി പറയുന്നോട്ട് റൊട്ടി കപ്പട മക്കാൻ, അത് മൂന്നും നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അതിനകത്ത് ഇപ്പം രാധാമണിയും ഒരു വലിയ വീട് വെച്ച് ഉടനെ എനിക്കും വലിയ വീട് വെക്കണം, അല്ലെ ബെൻസ് വാങ്ങിച്ചു എനിക്കും വലിയ വെക്കണം, അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോഴാണ് നമ്മൾ കൂടുതലും അധപ്പതിച്ചു പോകുന്നത്, ഇല്ലേ? സംശയമാണ്. എനിവേ, നമുക്ക് പറയാൻ എളുപ്പമാണ്, ബുക്കിൽ എഴുതാൻ എളുപ്പമാണ്, പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാനാണ് ഇതൊക്കെ പ്രയാസം. അല്ല, അല്ല, ഇടയ്ക്ക് ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ പറ്റും. 24 ഗുരുക്കന്മാരുടെ കാര്യം ഒന്ന് ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാല് അത് ഓരോ ഗുരുക്കന്മാരുടെ കാര്യം എടുക്കുമ്പോഴും നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനുണ്ട്. ഓരോരുത്തരും നമുക്ക് ഗുരുക്കന്മാരാണ്. കന്യകയുടെ കാര്യം പറഞ്ഞു. എത്ര ഏകാഗ്രതയാണ് അവിടെ കന്യകയിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്. ഓരോരോ വളയായിട്ട് പൊട്ടിച്ച് കളഞ്ഞു. അവസാനം ഒരു വള മാത്രമായി ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ. ഇത് പഴയ കാലത്തെ അനുഭവങ്ങൾ ഓർക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതായത് കല്യാണത്തിന് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവര് കേൾക്കാത്ത രീതിയിൽ നെല്ല് കുത്തി അരി എടുത്ത് ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു കാലത്തെ പറ്റി വിഭാവനം മനസ്സിൽ ഓർക്കണം. അവ ഈ വന്നിട്ടുള്ള അതിഥികൾ കേൾക്കാത്ത രീതിയിൽ വളയിട്ടിട്ടുള്ള കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ തെറ്റായിട്ട് പോകരുത്. തെറ്റായിട്ട് പറയുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ. ഇത് നമ്മളിപ്പോ ഇത് ലൈറ്റ് ചർച്ചയാണല്ലോ. അതേപോലെ ഒരു സന്ദർഭം, അത് ചേട്ടനത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയ സർ സി വി രാമൻ ഉണ്ടല്ലോ. അദ്ദേഹം ഫിസിക്സില് പ്രത്യേകിച്ചും ശബ്ദം, വെളിച്ചം, അതിൻ്റെയൊക്കെ വളരെ സൂക്ഷ്മമായ തലത്തിൽ ഉള്ള ഫിലോസഫിക്കാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞ ഒരു വീട്ടിൽ അദ്ദേഹം കയറി ചെല്ലുമ്പോൾ ആ വീട്ടില് കുടുംബനാഥൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഒരു നിലവിളക്ക് കത്തിച്ച് ദീപം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു സമയത്താണ് അദ്ദേഹം അവിടെ ചെന്നത് അത്രേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ചെയ്ത ഈ നോബൽ പ്രൈസിന് അർഹമായ ഈ വെളിച്ചത്തെ പറ്റിയുള്ള ഏത് തിയറിയേക്കാളും ഏറ്റവും ഹൃദ്യമായത് ഈ പെൺകുട്ടി കത്തിച്ചുകൊണ്ടുവന്ന ആ നിലവിളക്കിന്റെ നാളത്തിന്റെ പ്രഭയാണ്. ഏത് നോബൽ പ്രൈസിനേക്കാളും എനിക്ക് കിട്ടിയ ആൾക്ക് പറയാം, ഏറ്റവും കൂടുതൽ ഹൃദ്യമായി അനുഭവപ്പെട്ടതും മനുഷ്യന്റെ ഉള്ളിൽ പതിയുന്നതാണെന്ന്. അപ്പൊ ഈ പിങ്കളയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഞാനും അതും ആലോചിക്കും. കാരണം അത്രമാത്രം ശ്രദ്ധ ആ കുട്ടി അതിന് ചെലുത്തി എന്നുള്ളതാണല്ലോ. സാറേ, ഞാൻ ഈയിടെ ഞങ്ങളുടെ അമ്പലത്തിലെ ഒരു പൂജാരിക്ക് ഒരു റൈഡ് കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് കുറച്ച് യാത്ര ചെയ്യേണ്ടി വന്നു, ഒരു ഫ്യൂണറൽ ഹോമിൽ കൊണ്ടുപോകാൻ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടുത്തെ ശിവവിഷ്ണു ടെമ്പിളിലെ പൂജാരി പറഞ്ഞു, നമ്മൾ എന്തിനാ ഈ അമ്പലവും ഇതെല്ലാം വെക്കുന്നത്? നമ്മുടെ കുട്ടികളൊന്നും വരുന്നില്ലല്ലോ, വളരെ കുറച്ച് ടീനേജേഴ്സ് ഇപ്പം യങ്സ്റ്റേഴ്സ് വരുന്നുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് ഉണ്ട്, അമ്പലത്തിലെ എല്ലാം ഉണ്ട്, പക്ഷെ കുട്ടികൾ അധികം വരുന്നില്ല.
അപ്പം പറയാം നമ്മളിതെല്ലാം വെക്കുന്നു, പക്ഷെ ഇനിയത്തെ ജനറേഷൻ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണെന്ന് പൂജാരിയുടെ ഒരു വിഷമം സംസാരിച്ചത്. ശരിയാ അത്. കാരണം കുട്ടികൾ വളരെ കുറച്ച് ഹിന്ദുവിൽ വരുന്നുള്ളൂ അമ്പലത്തിലേക്ക്. അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കുട്ടികളെ നമുക്ക് ലക്ഷ്മിക്കുട്ടി ഈ കാര്യത്തെ പറ്റി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഇതിനെപ്പറ്റി ഓക്കെ, ഒരുപാട് പറയാനുണ്ട് നമുക്ക്. താങ്ക് യു. എന്തുകൊണ്ട് കുട്ടികൾ വരുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾ വരണം എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് പിങ്കളയുടെ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ, പിങ്കളയുടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വായിച്ച് കേൾക്കുകയും കൂടെ ചെയ്തിട്ട് നമുക്ക് താങ്ക് യു. ഈ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. സമയമുണ്ടല്ലോ, നമുക്ക് ഇന്ന് വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചർച്ച അതും ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ റെക്കോർഡിംഗിൽ പൊക്കോട്ടെ അല്ലേ? അത് റെക്കോർഡിൽ പോകാവുന്നതാണ്. പിങ്കളോപാഖ്യാനം നമ്മള് ഭാഗവതത്തിലെ ആറാമത്തെ അധ്യായമായിട്ട് 11ാമത്തെ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലാണ് ഈ 24 ഗുരുക്കന്മാരെ പറ്റി പ്രതിപാദിക്കുന്നത്. അതിലാണ് പിങ്കളെ പറ്റി കൂടുതൽ ഭാഗവതത്തിൽ എത്രയാണ്? 8ആണോ 7ആണോ നോക്കട്ടെ. 7. പേജില് അഹോമേ മോഹവദതി വിദതി എന്നും പറഞ്ഞുള്ളതല്ലേ? അത് അതെ 7ലാണ്. ഈ ഒരു അത് എത്ര പദ്യമാണ് ചേട്ടാ? നമ്മള് 30 മുതൽ എത്ര? അതറിയാം. പിങ്കളു ഇത് നമുക്ക് 2000 പേജ് നമ്പർ 2000 30ാമത്തെ ശ്ലോകം തൊട്ടാണ് പിങ്കളു വാച എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. 30ാമത്തെ ശ്ലോകം. അഹോമേ മോഹവിദതിം. വായിക്കാനോ? ഈ പിങ്കളയുടെ കാര്യത്തെ പറ്റി അല്പം ഒരു വാചകം ശിവ പറയാമോ? പിങ്കള വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീയാണ്. ഇങ്ങനെ പണക്കാര് വരും എന്നുള്ള പ്രതീക്ഷയിലേക്ക് കാത്തിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞ പോലെ വിദേഹ രാജ്യത്തെ ഒരു വളരെ പ്രശസ്തിയായ വേശ്യയായിരുന്നു എന്നാണ്. അപ്പൊ എല്ലാ ദിവസവും പല പല ആൾക്കാരെ സ്വീകരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ആരും വന്നില്ല. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. ആ ഹോപ്പില് അന്ന് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് അത് വരാതായപ്പോ പെട്ടെന്ന് അതൊരു നിമിത്തമായിട്ട് പെട്ടെന്ന് ആത്മീയതയിലേക്ക് കടന്നു പോയ ഒരു ചരിത്രമാണ് പിങ്കളയ്ക്ക് ഉള്ളത്. അപ്പൊ അത് സ്വന്തം ശരീരം ഇങ്ങനെ സുഖത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും മിസ്യൂസ് ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് ഈ ആത്മീയതയിലേക്ക് അങ്ങ് കയറി. അപ്പോൾ അവധൂതൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത് ആ കഥയാണല്ലോ. അപ്പോ ഈ പരമാത്മാവില് അല്ലെങ്കിൽ പരംപുരുഷനില് മാത്രമേ ആ ശരിയായ ഒരു അഭയമുള്ളൂ. മറ്റുള്ളതെല്ലാം വളരെ ടെമ്പററി ആണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെന്നുള്ള ആ ഒരു തെളിമ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭംഗിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റി അന്ന് എന്നുള്ള, വളരെ ശാന്തയായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായത് ഈ ഒരു തിരിച്ചറിവിലേക്ക് വന്നപ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഭൗതികമായിട്ടുള്ള സുഖങ്ങളെല്ലാം വിട്ടിട്ട് ഭഗവാനിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം തന്നെ ലഭിക്കുന്നു. അതിലുള്ള പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് പിങ്കള മുക്തയായി എന്നുള്ള അതാണ് കഥയുടെ ചുരുക്കം. അപ്പം നമുക്ക്
സംസ്കൃതത്തിലുള്ള ഭാഗം വായിച്ചിട്ട് അതിൻ്റെ മലയാളത്തിലുള്ള ഒരു തർജ്ജിമ കൂടെ രാധ വായിക്കാൻ തയ്യാറാണ്. അഹോ മേ മോഹവിതതിം പശ്യതാ വിജിതാത്മനഃ യാ കാന്താസദഃ കാമം കാമയേന ബാലിശ. കഷ്ടമൊരറുതിയറ്റിടുമൻ മോഹം കാൺമിൻ. അതല്ലേ? അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് വായിച്ചാൽ മതിയാകുമല്ലോ രാധ. അപ്പൊ അതിന്റെ ഒരു ഒഴുക്ക് കിട്ടും. എത്രാമത്തെ ലൈൻ മുതലാണ്? സ്കന്ധം 11. ഇത് സ്കന്ധം 11 30-ാമത്തെ ശ്ലോകം നോക്കിയിട്ട്. 30-ാമത്തെ. ഓക്കെ, ഞാൻ നോക്കാം. സ്കന്ധം 11 അധ്യായം 7. അതെ. അധ്യായം 7 എത്രാമത്തെ? അധ്യായം 7 അല്ല, അധ്യായം 8 അധ്യായം 8. 8 ശ്ലോകം 30. പിങ്കളോവാചാന്ന് ഒരു സഭേര് കാണും. പിങ്കളോവാച അഹോ മേ മോഹവിദതിം പശ്യത അവിജിതാത്മനഃ യാ കാന്താദസദകാമം കാമയേന ബാലിശ സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിക്ഷോക മോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ അഹോ മയാ ആത്മാ പരിതാപിതോ വ്യഥാ സാങ്കേത്യകൃത്യാ അതിവിഗർഹ്യവർത്തയാ സ്ത്രൈണാന്നരാദ് യാ അർത്ഥ തൃഷോനുശോച്യാത് ക്രീതേന വിത്തം രതിം ആത്മനേച്ഛതി യദസ്ഥിഭിർനിർമ്മിതവം വംശവംശ്യസ്തൂണം ത്വചാ രോമനഖൈപിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതത് വിൺമൂത്രപൂർണം മധുപൈതികാന്യാ വിദേഹാനാം പുരേഹി അസ്മിൻ അഹമൈകൈവ മൂഢധീഹി യാന്യം ഇച്ഛന്തി അസത്യസ്മാത് ആത്മദാത് കാമമച്യുതാത് സുഹൃത് ശ്രേഷ്ഠതമോ നാഥ ആത്മാചായം ശരീരിണാം തം വിക്രിയ ആത്മനൈവാഹം രമേ അനേന യഥാരമാ കിയത് പ്രിയം തേ വ്യഭജൻ കാമാ യേ കാമദാ നരാഹ ആദ്യന്തവന്തോ ഭാര്യായാ ദേവാ വാ കാലവിദ്രുതാഹ നൂനം മേ ഭഗവാൻ പ്രീത വിഷ്ണു കേനാപി കർമ്മണാ നിർവേദോയം ദുരാശായ യന്മേ ജാത സുഖാവഹ മൈവം സ്യുഃ മന്ദഭാഗ്യായ ക്ലേശാ നിർവേദഹേതവഃ യേനാനുബന്ധം നിർഹൃത്യ പുരുഷശമം പൃച്ഛതി തേനോപകൃതം ആദായ ശിരസാ ഗ്രാമ്യസംഗതാഃ ത്യക്ത്വാ ദുരാശാ ശരണം വ്രജാമി തം മദീശ്വരം സന്തുഷ്ടാ ശ്രദ്ധദത്യേതത് യഥാ ലാഭേന ജീവതി വിഹരാമി അമുനൈവാഹം ആത്മനാ രമണേന വൈ സംസാരകൂപേ പതിതം വിഷയൈർമുഷിദേഷണം ഗ്രസ്തം കാലാഹിനാ ആത്മാനം കോന്യഃ ത്രാതും അധീശ്വരഃ ആത്മൈവ ഹി ആത്മനോ ഗോപ്താ നിർവിദ്യേത യഥാഖിലാത് അപ്രമത്ത ഇദം പശ്യേത് ഗ്രസ്തം കാലാഹിനാ ജഗത്. ബ്രാഹ്മണ ഉവാച ഏവം വ്യവസിതമതി ദുരാശായാം കാന്തതർഷജാം ചിത്വാ ഉപശമം അസ്ഥായ ശയ്യാം ഉപവിവേശസ ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യദാ സഞ്ചിന്യ കാന്താശാം സുഖം സുഷ്വാപിംഗള. ചേച്ചി എന്റെ മലയാളം വായിക്കാണോ? ശ്രമിക്കാം. കഷ്ടമൊരറുതിയറ്റിടുമൻ മോഹം കാൺമിൻ സ്പഷ്ടമൻ ചിത്തമടക്കാത്തതാണതിൻ ഹേതു
ഈ മൂഢ നിസ്സാരനാം കാന്തനിൽ നിന്നും മമ കാമപൂരണത്തിനായി ആശിപ്പതാശ്ചര്യം താൻ. നാശഹീനനായുള്ളിലിരുന്ന് രമിപ്പിക്കും ശാശ്വത രമണനായ ഐശ്വര്യപ്രദനായി രതിദാതാവായിടും അവനെ ഉപേക്ഷിച്ചിട്ടധമനായി കാമമേകുവാനശക്തനായി ഭീരുത ദുഃഖം ശോകം മോഹവും വളർത്തും നിസ്സാരനെ അജ്ഞയാം ഞാൻ ആശ്രയിക്കുന്നു കഷ്ടം. സ്ത്രീലാശയും ധനതൃഷ്ണയുമാർന്ന ദയനീയനാം മനുഷ്യനിൽ നിന്നഹോ വിത്തത്തെയും കാശിനു വിറ്റുപോയ മെയ് കൊണ്ടു രതിയെയും ആശിച്ച് കഴിയുവോളേതൊരു നാരിപാരിൽ അത്യന്തം നിന്ദ്യമാകും അന്യപുരുഷ സംഘവൃത്തി അംഗീകരിച്ചു വാണിടുമാ ഞാനിക വ്യർത്ഥമായി ഇത്ര നാളും ദുഃഖിപ്പിച്ചിതേ മമ ചിത്തത്തെ അതോർക്കുകിൽ അത്യന്തം കഷ്ടം കഷ്ടം. അസ്ഥികൾ കൊണ്ടു തൂണും മോന്തായം കഴുക്കോലും തീർത്തുതോൽ നഖം രോമമിവയാൽ മേഞ്ഞുമൂടി മലമൂത്രങ്ങൾ നിറഞ്ഞൊഴുകും നവദ്വാരം കലരും ദേഹഗേഹം ഞാൻ ഒഴിഞ്ഞാരിച്ചിക്കും. ആനന്ദസ്വരൂപനായ ആത്മതനായി നാശഹീനനായി വിളങ്ങിടും ഹൃഷികേശനെ എന്നെ അന്യനെ ആഗ്രഹിക്കും അസതിയായുള്ള ഞാൻ എന്നേയില്ലൊരു മൂഢയേ മിഥിലാപുരത്തിൽ. ദേഹികൾക്കെല്ലാവർക്കും സുഹൃത്തും ശുദ്ധ പ്രേമഗേഹവും രക്ഷിതാവും ഈ ആത്മാവത്രേ ദൃഢം. ഈ മേനി അർപ്പിച്ചു ഞാൻ അവനെ തീർവാങ്ങി ശ്രീ മഹാലക്ഷ്മി മട്ടിൽ അവനൊത്താരമിപ്പൻ. ഉത്പത്തിനാശങ്ങളും കാലവിഭ്രമങ്ങളും എപ്പോഴും കാമങ്ങൾക്കും നരന്മാർക്കും വിൺവാസികൾക്കു പോലും ഉണ്ടല്ലോ. ഭാര്യയ്ക്കു പിന്നെ ഔവണ്ണം എത്രയ്ക്കവർ ഭാഗിച്ചു നൽകും പ്രിയം. ഏതോ മത്പൂർവ പുണ്യമൊന്നിനാലെന്റെ നേരെ പ്രീതനായി ഭഗവാൻ ശ്രീമുകുന്ദൻ തർക്കമില്ല. ദുർവിഷയാസക്തയാം എനിക്ക് സുഖാവഹ നിർവേദമുണ്ടാകുവാനിടയില്ലെന്നാകിൽ ഏതിനാൽ ദേഹബന്ധം വെടിഞ്ഞൊരുത്തൻ ശമം സാദരം പ്രാപിക്കുമാ വൈരാഗ്യമുണ്ടാകുവാൻ ഹേതുവാം കഥനങ്ങൾ ഭാഗ്യഹീനയാം എനിക്കേതുമേ കൈവന്നിടാനല്ലെങ്കിൽ സാധിക്കുമോ? എനിക്ക് അകൃപാത്മാവു ചെയ്തൊരീ ഉപകാരം വിനയത്തോടും മമ മൗലിയാൽ സ്വീകരിച്ചു. വിഷയോദ്ഭവങ്ങളാം ദുരാശയ ഒക്കെ തള്ളി ഹൃഷികേശനെ തന്നെ ശരണം പ്രാപിക്കുന്നേൻ. കിട്ടിയിടുന്നതിൽ തോഷിച്ച പരമാത്മാവിനെ മറ്റൊരു സുഖസ്ഥാനമില്ലെന്നുറപ്പിച്ചു ഞാൻ ശ്രദ്ധയോടാത്മാവാം ഭർത്താവിനോട് ചേർന്ന് നിത്യവും രമിക്കുവൻ മാറ്റമില്ലിതിനേതും. സംസാരാന്ധുവിൽ വീണു വിഷയവൃന്ദങ്ങളാൽ അക്ഷികൾ കാഴ്ചയറ്റ് കാലാഹിഗ്രസ്തനായ ജീവനെ രക്ഷിപ്പാനായി ഭഗവാൻ ഹരിയന്യേവനുണ്ട് അധീശ്വരനായി മറ്റൊരുത്തൻ. എപ്പോഴോ വിരക്തനായി അപ്രമത്തനായി കാലസർപ്പഗ്രസ്തമായിട്ടീ ലോകത്തെ കണ്ടിടുമോ? അപ്പോഴപരമാർത്ഥരൂപനാം ആത്മാവുതാൻ ഗോപ്താവായി ഭവിച്ചിടും സമസ്ത ജീവിക്കുമേ. ബ്രാഹ്മണൻ പറഞ്ഞു, ഈ വിധം മാനസത്തിൽ ഉറച്ചു ഭർത്താവിനെ കൈവരിക്കണമെന്ന ദുരാശയശേഷവും അന്തരംഗത്തിൽ നിന്നും തുടച്ചു മാറ്റിയിട്ടവൾ ശാന്തചിത്തയായി സ്വന്തം ശയിച്ചിതേ. ആശയാണാർക്കും അതിദുഃഖമുണ്ടാക്കും ശത്രുവാശയില്ലായ്മയത്രേ പരമസുഖാസ്പദം.
പിങ്കലയാമങ്കന കാന്താശ കൈവെടിഞ്ഞുത്തുങ്കമാം സൗഖ്യത്തോടും കിടന്നുറങ്ങിനാൾ. അയ്യോ, ഉറക്കത്തിന്റെ മഹാത്മ്യം എന്നും പറയാം, നിദ്രാ മഹാത്മ്യം എന്ന് പറയാം അല്ലെ. ഭംഗിയായിട്ട് ഉറങ്ങാൻ പറ്റണമെങ്കിലേ എന്ത് വേണം? അങ്ങേറ്റം ഉറങ്ങാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അതെ ആശ. അതെ, ആശ ആശാഭാഷത്തിൽ ഇല്ലാതെ വിട്ട് കിട്ടിയാ മതി. ആശാഭാഷത്തിൽ നിന്ന് കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ ഭോഗങ്ങൾ തേടുന്നു. തേടുന്നു. ഇന്നോ നാളെയോ എപ്പോഴോ ഈ നിമിഷമോ അടുത്ത നിമിഷമോ എന്നറിയാൻ വയ്യാത്ത അതെ, നമ്മള് ഈ ഭോഗങ്ങളിലേക്ക് മത്സരാദികളിൽ പെടുന്നു. അതെ, ഭോഗങ്ങളെല്ലാം മോഹലോപാദികളിൽ ജലം. ക്രോധം, മതം, മാത്സര്യം ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമാണ്. അത് മായ കൊണ്ട് നമ്മളെ മറയ്ക്കുന്നു. അതെ അതെ. ഇന്ന് പീസ് വാക്കിന് നടന്ന ബുദ്ധ മോങ്സും പറഞ്ഞത് അതായിരുന്നു. ഇവിടെ റാലിയിൽ വെച്ചായിരുന്നു അവർക്കൊരു സ്വീകരണം. ഇവിടുത്തെ റാലിയിലെ മേയർ അവരെ അഡ്രസ് ചെയ്തിരുന്നു. അപ്പൊ ഈ മോങ്സ് പറയുന്നത്, ഞങ്ങൾക്ക് പ്രത്യേക ആഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് തായ്ലാന്റിലും ഇന്തോനേഷ്യയിലും ഒക്കെയുള്ള കുറെ ബുദ്ധിസ്റ്റുകള്, മോങ്സ് ടെക്സാസ് ഹൂസ്റ്റണിൽ നിന്ന് യാത്ര തുടങ്ങി പദയാത്രയായിട്ട് ഇന്ന് അവരുടെ ലക്ഷ്യം വൈറ്റ് ഹൗസിൽ എത്തിച്ചേരുക ഫെബ്രുവരി 23 തോന്നുന്നു. അതോടുകൂടി വൈറ്റ് ഹൗസിൽ എത്തിച്ചേരുക. അപ്പൊ അവർക്ക് പോകുന്ന വഴിക്കെല്ലാം നല്ല എസ്കോർട്ട് കൊടുക്കുന്നുണ്ട്, എമർജൻസി മെഡിക്കൽ സർവീസ്, പോലീസ്. അപ്പൊ ഒരുപാട് നല്ല ഒരു ഓഡിയൻസ് ആയിരുന്നു അവരുടെ പ്രഭാഷണം കേൾക്കാനായിട്ട് ഉച്ച സമയത്ത്. പ്രക്ഷേപണം ചെയ്തായിരുന്നോ? അതെ, ആക്ച്വലി വൈറ്റ് ഹൗസ് ക്യാൻ യൂസ് സം ഓഫ് ദാറ്റ്. അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ക്രൗഡ് ആയിരിക്കും. ഭയങ്കര ക്രൗഡായിരുന്നു. വാഷിംഗ്ടണിൽ എത്തിച്ചേരും, അന്നേരം കാണാം. കഴിഞ്ഞ ദശകത്തിന്റെ കോപ്പി അയച്ചായിരുന്നു, ഞാൻ കണ്ടില്ല. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ലിങ്ക് അയക്കാം. നമ്മുടെ പ്രഭാഷണത്തിന്റെയും കിട്ടിക്കഴിഞ്ഞിട്ടില്ല, അതും അയക്കാം. നമുക്ക് ലക്ഷ്മിക്കുട്ടി പറഞ്ഞ കാര്യത്തെ പറ്റി നമുക്ക് അല്പം വിചിന്തനം ചെയ്യാം. ഇന്നലെ NBAയുടെ മീറ്റിംഗിലും ഇതിനെ പറ്റി പറയുകയുണ്ടായി. സംസാരം ഉണ്ടായി. അല്ല, നമ്മള് ഇതിനെപ്പറ്റി വലിയ ഖേദമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിരുന്നാൽ നമ്മൾ വളർന്ന ലോകമല്ല നമ്മുടെ കുട്ടികളുടേത്. അവർ ചെയ്യുന്ന കാര്യങ്ങള് എത്രയോ വിശാലമായിട്ടാണ്. ഇന്റർനാഷണലായി ഒരു ഡയസ്പൊറയാണ് അവരുടേത്. നമ്മൾ നമ്മുടെ നാട്ടിലെ മാഞ്ചുവടോ ആശ്രമവും അതിലൊക്കെ പരിചയപ്പെട്ട് വളർന്നതാണ്. അന്ന് നമ്മുടെ അച്ഛനമ്മമാര് പറയും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, അവർ ചെയ്യുന്നോ, അവർ സത്യനാമം ജീവിക്കുന്നോ, സന്ധ്യയ്ക്ക് ഉണ്ടാകുന്നോ എന്നുള്ളതല്ല, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, നമ്മൾ കാണിച്ചു കൊടുക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നെങ്കിൽ താനേ തന്നെ ചെയ്തുകൊള്ളും. അനുഭവം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ